അമേരിക്ക ഇന്ത്യക്ക് മേൽ 25% അധിക തീരുവ അഥവാ ടാക്സ് ഏർപ്പെടുത്തിയതോടുകൂടി രൂപയുടെ മൂല്യം കുത്തനെ താഴോട്ട് ഇടിയുന്ന അവസ്ഥയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ കണ്ടതാണ്. ഇതോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു എക്കണോമിക് വാർഫെയർ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു സൈഡ് എഫക്ട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് താഴെത്തട്ടിലുള്ള തൊഴിലാളികളെ ആയിരിക്കും. കാരണം ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ടെക്സ്റ്റൈൽസ് മേഖലയിൽ നിന്നാണ്. ടെക്സ്റ്റൈൽസ് മേഖലയ്ക്ക് ഈ ഒരു നീക്കം വലിയ രീതിയിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ തിരുപ്പൂര്, അതേപോലെ ഗുജറാത്തിലെ സൂറത്ത് തുടങ്ങിയ ടെക്സ്റ്റൈൽസ് മേഖലകളിൽ നിന്നും വലിയ രീതിയിലുള്ള എക്സ്പോർട്ടിംഗ് ആണ് ഇന്ത്യ അമേരിക്കയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയൊരു തിരിച്ചടിയാവാൻ പോവുകയാണ് ട്രംപിന്റെ ഈ ഒരു പുതിയ നീക്കം. മറ്റൊന്ന് മെഡിക്കൽ ഇൻഡസ്ട്രിയാണ്. മെഡിക്കൽ ഇൻഡസ്ട്രിയെയും ഇത് വലിയ രീതിയിൽ ബാധിക്കും. ഹൈദരാബാദ്, ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെയും ഇത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം മെഡിക്കൽ എക്യുപ്മെന്റ് അടക്കം വലിയ രീതിയിലുള്ള ഒരു എക്സ്പോർട്ടിംഗ് ഈ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നും ഇന്ത്യ നടത്തുന്നുണ്ട്. ഇതിനെയും ഈ ഒരു അമിത തീരുവ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അലൂമിനിയം, സ്റ്റീൽ തുടങ്ങിയ ഇൻഡസ്ട്രികളും ഇത് വലിയ രീതിയിൽ ബാധിക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇന്ത്യ വിൽ നോട്ട് ബെൻഡ് ദ നീ എന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ ആണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു നിലപാട് ലോങ് ടൈമിൽ ഇന്ത്യക്ക് അത് വളരെ ഗുണകരമായിരിക്കും. ഒരു രാജ്യത്തെയും പൂർണ്ണമായും ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു എക്കണോമി ഇവിടെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കയുടെ ബിസിനസ് ഡീലിനെയെല്ലാം ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളയുന്നത്. ഇന്ത്യ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്ന് വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബിസിനസ് ഡീലുകളാണ് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത്. അത്തരത്തിലുള്ള ബിസിനസ് ഡീലുകളെല്ലാം തന്നെ ഇന്ത്യ അവസാനിപ്പിച്ച് അമേരിക്കയ്ക്കൊപ്പം നിൽക്കണം എന്ന ട്രംപിന്റെ നിലപാട് തള്ളിയതോടുകൂടിയാണ് ട്രംപ് 25% അധിക തീരുവ അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ റഷ്യയുമായുള്ള ഒരു ബന്ധത്തിനും വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. റഷ്യയുമായി ഇതുവരെ തുടരുന്ന എല്ലാ ബിസിനസ്സുകളും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അമേരിക്കയുടെ ഈ ഭീഷണിയെ പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളയുകയാണ്.